തിരുവനന്തപുരം ലോ അക്കാദമിയിലേക്ക് എസ്എഫ്ഐ മാർച്ച്. സിസിടിവി ക്യാമറകളും ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായി കോളേജിലെ വിഷയം ഉപയോഗിക്കുന്നെന്ന് പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു. ജിതിൻ ചേരുന്നു. ജിതിൻ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ചാണ് എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിൽ 5 ദിവസമായി സമരം നടത്തിയിരുന്നത്. ഇന്ന് കോളേജിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. കോളേജിനകത്തെത്തിയ എസ്എഫ്ഐ പ്രവർത്തകർ കോളേജിലെ സിസിടിവി ക്യാമറകളും ജനൽച്ചില്ലുകളും മറ്റും അടിച്ചു തകർത്തു. ഇത് തടയാൻ ശ്രമിച്ച പോലീസുമായും പ്രവർത്തകർ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ ഒട്ടേറെ എസ്എഫ്ഐ പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേൽക്കുകയുണ്ടായി. പിന്നീട് ഗേറ്റിന് പുറത്തെത്തിയ വിദ്യാർത്ഥികൾ ഗേറ്റിന് പുറത്തും ഏറെ നേരം സമരത്തിലായിരുന്നു. ഇപ്പോഴും സമരം തുടരുകയാണ്. 5 ദിവസമായി ഒരു എസ്എഫ്ഐ പ്രവർത്തകൻ നിരാഹാര സമരം കോളേജിൽ നയിക്കുന്നുണ്ടായിരുന്നു. ഇയാളെ അവശനിലയിലായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റൊരു പ്രവർത്തകൻ ഇന്ന് നിരാഹാര സമരം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥി സമരം കോളേജിൽ തുടരുകയാണ്. അതേസമയം തന്നെ വിദ്യാർത്ഥികളുടെ പരാതികൾ തന്നെ അറിയിച്ചിട്ടില്ലായിരുന്നുവെന്നും അറിയിച്ചിരുന്നെങ്കിൽ താൻ പരിഹരിക്കാനായി നടപടികൾ എടുക്കുമായിരുന്നുവെന്നും പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പരാതികൾ നേരിട്ട് അറിയിച്ചിരുന്നെങ്കിൽ പരിഹരിക്കാൻ നടപടിയെടുക്കുമായിരുന്നു. തന്നെ മാനേജ്മെന്റിനെയോ തന്നെയോ അറിയിക്കാതെയാണ് വിദ്യാർത്ഥികൾ നിലവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് പ്രിൻസിപ്പളുടെ വിശദീകരണം. ധന്യവാദം. ജിതിൻ ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ചു AK ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്നും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നതിൽ അസംതൃപ്തി പ്രകടമാക്കിയാണ് ആന്റണിയുടെ പ്രതികരണം. നേതാക്കൾ സ്തുതിപാഠകരെ മാത്രം വിശ്വസിക്കരുതെന്ന മുനവച്ച വാക്കുകൾ. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്നത് ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. പാർട്ടിയുടെ മാത്രമല്ല നേതാക്കളുടെയും കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കണം. പക്ഷെ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിൽ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഹൈക്കമാൻഡിന്റെ അതൃപ്തി വ്യക്തമാക്കുന്ന ആന്റണിയുടെ പ്രതികരണം. അതേസമയം ദില്ലി യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി കോട്ടയത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോട്ടയം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ A ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ നേരത്തെ അറിയിച്ചിരുന്നു. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് രാജശേഖരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് രാജശേഖരൻ രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടുപോകണമെന്ന BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ BJP നേതാവായ CK പത്മനാഭൻ പരസ്യമായി എതിർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരാണ് BJP നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജശേഖരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ AN രാധാകൃഷ്ണൻ നടത്തിയ ശ്രമമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു AN രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ AN രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ CK പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ CK പത്മനാഭനെതിരെ BJP നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് AN രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകും. അതേസമയം AN രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം.
സംഘപരിവാർ നിലപാടുകൾക്കെതിരെ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ. സി.കെ.പിക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന ബി.ജെ.പി. നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ സി.കെ.പിക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12-അംഗ കോർ കമ്മിറ്റിയിൽ ആരും സി.കെ.പിയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും സി.കെ.പിക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. സി.കെ. പത്മനാഭനെ അനുകൂലിക്കുന്ന എം.എസ്. കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം കെ.കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം സി.കെ.പിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും സി.കെ.പിക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും സി.കെ. പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. കെ.എൻ. രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും സദാചാര ഗുണ്ടകളുടെ ആക്രമണം. അസമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിയായ മധ്യവയസ്കനെ സംഘം ചേർന്നെത്തിയവർ ക്രൂരമായി മർദ്ദിച്ചു. മേനോൻ ബസാർ സ്വദേശി സലാമാണ് അക്രമത്തിനിരയായത്. നഗ്നനാക്കി വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച ശേഷം ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലായ സലാം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇന്നലെ രാത്രിയാണ് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധം കൊടുങ്ങല്ലൂരിൽ സദാചാര ഗുണ്ടകൾ അഴിഞ്ഞാടിയത്. അസമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെന്നാരോപിച്ചാണ് മേനോൻ ബസാർ സ്വദേശി സലാമിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. വടക്കേ ഇന്ത്യയിൽ മാത്രം കേട്ടുകേൾവിയുള്ള തരത്തിൽ ആക്രമിച്ച് അവശനാക്കിയ ശേഷം വിവസ്ത്രനാക്കി വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടു. അകാരണമായാണ് മർദ്ദനം ആരംഭിച്ചതെന്നും നേരിട്ടറിയാവുന്നവരും സംഘത്തിലുണ്ടായിരുന്നുവെന്നും സലാം പറയുന്നു. ബാബു അയാളെ വീടിന്റെ ഭാഗത്ത്, അയാളെ ഭാര്യ നിൽക്കുന്ന വീടിന്റെ ആ ഭാഗത്ത് ആക്കിയിട്ട് ഞാനിപ്പോൾ വരെ സലാമെന്നും പറഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്ന ഇയാൾ ഗുണ്ടകളായിട്ടാണ് എന്നെ ഇരുമ്പൊടിക്ക് മർദ്ദിക്കുകയും എൻ്റെ പല്ലുകൾ നഷ്ടപ്പെടുത്തുകയും ഒന്നാളെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നു. മർദ്ദനത്തിൽ ദേഹമാസകലം പരിക്കേറ്റ സലാമിന്റെ 3 പല്ലുകൾ അടർന്നു പോയി. മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ മോചിതനായ സലാമിനെ ഗുരുതരാവസ്ഥയിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിന് കലയുടെ ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരശ്ശീല ഉയരും. അവസാനവട്ട ഒരുക്കങ്ങൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. വിനിഷ ചേരുന്നു. വിനിഷ, എങ്ങനെയൊക്കെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ? തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞോ? വിശദാംശങ്ങൾ. ധന്യ, തീർച്ചയായും 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ സ്വാഗതം ചെയ്യാൻ കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞു. 20 വേദികളിലായാണ് മത്സരം. 232 ഇനങ്ങളാണ് അടുത്ത 7 ദിവസങ്ങളിലായി മത്സര ഇനങ്ങളായി ഉള്ളത്. ഏകദേശം 12,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ വേദികളിൽ 232 ഇനങ്ങളിലായി മാറ്റുരയ്ക്കും. വലിയൊരു ഉത്സവം തന്നെയായിരിക്കും. ഇനിയുള്ള 7 രാപ്പകലുകൾ കേരളത്തിന്റെ കണ്ണും കാതും കണ്ണൂരിലേക്കായിരിക്കും. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് കണ്ണൂരിൽ. പ്രധാന വേദിയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകരോട് ഏറ്റവും ആദ്യമായി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ പീപ്പിൾ ടിവിയുടെ സ്റ്റുഡിയോ, പ്രധാന വേദിക്കരികിലുള്ള പ്രത്യേകമായി തയ്യാറാക്കിയ പീപ്പിൾ ടിവിയുടെ സ്റ്റുഡിയോ സജ്ജമായി കഴിഞ്ഞു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അല്പസമയം മുമ്പ് പ്രധാന വേദിക്കരികിലുള്ള പ്രധാന വേദി, പോലീസ് ഗ്രൗണ്ടിലെ നില എന്ന് പേരിട്ടിരിക്കുന്ന പ്രധാന വേദിക്കരിലുള്ള പീപ്പിൾ ടിവിയുടെ തത്സമയ സ്റ്റുഡിയോ, കലോത്സവത്തിന്റെ എല്ലാ തത്സമയ വിവരങ്ങളും റിപ്പോർട്ടുകളും റിസൾട്ടുകളും അപ്പോൾ നമ്മൾ പ്രേക്ഷകരെ എത്തിക്കാനായി നമ്മളുടെ സ്റ്റുഡിയോ ഒരുങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചത്. കലാമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അരങ്ങേറുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. KS ചിത്ര അടക്കമുള്ള വിശിഷ്ട വ്യക്തികളും ഈ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടാകും.
രാവിലെ 9 മണിക്ക് DPI പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടുകൂടി കലോത്സവത്തിന് ഔദ്യോഗിക ആരംഭം കുറിക്കും. ഇതോടുകൂടി ഇനിയുള്ള കലയുടെ 7 രാപ്പകലുകൾ കണ്ണൂരിന് സ്വന്തമാണ്. കണ്ണൂരിൻ്റെ തിരുമുറ്റത്തേക്കായിരിക്കും കേരളത്തിൻ്റെ കണ്ണും കാതും മനസ്സുമെല്ലാം തുറന്നു വെക്കുന്നത്. മറ്റൊരു പ്രത്യേകത, വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും ഇത്തവണ കലോത്സവം അരങ്ങേറുക. നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ വിജിലൻസിൻ്റെ കർശനമായ നിരീക്ഷണവും ഇത്തവണ കലോത്സവത്തിനുണ്ടാകും. കണ്ണൂരിലെ ഇത്തവണത്തെ 57ാമത് കലോത്സവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്ലാസ്റ്റിക് വിമുക്തമാണ്. ഹരിത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തവണ കലോത്സവത്തിനായി വേദികളും ഒരുക്കിയിരിക്കുന്നത്. തീർത്തും പ്ലാസ്റ്റിക് വിമുക്തമായ രീതിയിലായിരിക്കും ഇത്തവണ കലോത്സവം അരങ്ങേറുക. ധന്യ. മനുഷ്യ വൃന്ദാവനാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തയിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലും നോട്ട് പ്രതിസന്ധി. കണ്ണൂർ നഗരത്തിൽ ഒരു ATM-ലും പണമില്ല. ആവശ്യക്കാരേറെയായതിനാൽ പ്രതിസന്ധിയും രൂക്ഷമാണ്. ചില്ലറ മാറാൻ തെല്ലുപാടാണെങ്കിലും ആ 2000 രൂപ നോട്ട് തേടിയിറങ്ങിയതാണ് ഞങ്ങൾ. കലോത്സവത്തിലെ പ്രധാന വേദിയായ പോലീസ് ഗ്രൗണ്ട് ഒന്ന് ചുറ്റിയാൽ 9 ATM കൗണ്ടറുകൾ. എല്ലായിടത്തും സേവനം ഒരുപോലെ. ഞങ്ങളെപ്പോലെ 4ാമത്തെ ATM കൗണ്ടറിലെത്തിയതാണ് ഇയാൾ. ഞാനിപ്പോൾ 4ഓളം ATM നോക്കിയിട്ടുള്ളത്, ഒന്നിലും പൈസയില്ല. ഞാനിപ്പോൾ നാളെ കണ്ണൂർ ഭയങ്കര തിരക്കായിരിക്കും. മറ്റു ജില്ലയിൽ നിന്നുള്ള കുട്ടികളും ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ദൂരെ ജില്ലകളിൽ നിന്നെത്തുന്നവരൊക്കെ ശരിക്കും ചുറ്റുമെന്നുറപ്പ്. കലോത്സവത്തിന് വരുന്നവരോട് ഒറ്റ കാര്യേ പറയാനുള്ളൂ, കയ്യിൽ ആവശ്യത്തിന് പണം കരുതണം. കണ്ണൂരിൽ ഒറ്റ ATM-ലും ചില്ലിക്കാശ് പോലുമില്ല. ക്യാമറാമാൻ ഷൈജു പിലാത്തറക്കൊപ്പം KT സാലിഹ്. കലാപ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോൾ മിമിക്രിയെ മാത്രം ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് കലാഭവൻ KS പ്രസാദ്. മറ്റു കലാരൂപങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും പുതുമ കണ്ടെത്തുന്നത് മിമിക്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവ ഓർമ്മകൾ പ്രസാദ് പീപ്പിൾ TVക്കൊപ്പം പങ്കുവച്ചു. ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയൊന്നും അന്നുണ്ടായിരുന്നില്ലെങ്കിലും 1975 മുതൽ ലഭിച്ചു തുടങ്ങിയ കലോത്സവ വേദികളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ KS പ്രസാദിന് നിറമുള്ള ഓർമ്മകളാണ്. പിന്നീട് കലാഭവനിലൂടെയുള്ള വളർച്ചയും. അന്ന് മിമിക്രി ഇല്ല, മോണോ ആക്ടിൽ പങ്കെടുത്തിട്ട് സമ്മാനം ലഭിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറയിൽ വെച്ച്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്സവത്തിൽ എറണാകുളത്ത് വെച്ച് രാജേന്ദ്ര മൈതാനം അവിടെ വെച്ചിട്ടാണ് മിമിക്രിയിൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. മിമിക്രി ആവർത്തനമാകുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയുണ്ട്. അപ്പോൾ പിന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഓട്ടംതുള്ളലും കഥാപ്രസംഗവും ഒപ്പനയും അതുപോലെ നാടകവും പിന്നെ വേറെ ഏത് കലാരൂപങ്ങളാണ് ഇവിടെ വരുന്നത്? മാപ്പിളപ്പാട്ട്, ഏത് കലാരൂപങ്ങളാണ് ആവർത്തനം അല്ലാതെ ഉള്ളത്? അവർക്കൊക്കെ ആവർത്തിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ മാത്രം ആവർത്തിക്കാൻ പാടില്ല എന്നുണ്ടോ? നമ്മളാണ് ഓരോ വർഷവും ഓരോരോ പുതിയ ഐറ്റം കണ്ടെത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി തേടി കോടതി കയറുന്നവർ വർദ്ധിക്കുകയാണ്. ഇത് ആശാസ്യമല്ലെന്നും മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കലോത്സവത്തോടെ അവസാനിക്കരുത് പ്രതിഭകളുടെ കലാപ്രകടനം. ജീവിതകാലം മുഴുവൻ കല കാത്തുസൂക്ഷിക്കണം എന്നാണ് KS പ്രസാദിന്റെ നിർദ്ദേശം. അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. മറ്റു വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാനായി BJP-യിൽ തമ്മിലടി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി 10,000-ലധികം അപേക്ഷകളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് ദില്ലിയിൽ ചേരുന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകും. അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേരുന്നത്. സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനായി സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ മത്സരിക്കുന്നതാണ് BJP നേതൃത്വത്തിന് തലവേദനയാകുന്നത്. 403 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 10,000-ലധികം അപേക്ഷകൾ ഇതുവരെ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഉത്തരാഖണ്ഡിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും തിരഞ്ഞെടുപ്പ് സമിതിയുടെ പരിഗണനയ്ക്ക് വരും. അതേസമയം പഞ്ചാബിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരവേ പുതിയ ആവശ്യവുമായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ശിരോമണി അകാലിദൾ നേതാവും മുഖ്യമന്ത്രിയുമായ പ്രകാശ് സിംഗ് ബാദലിനെതിരെ ലാംബി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുവദിക്കണം എന്നാണ് ആവശ്യം. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പാട്യാല അർബൻ മണ്ഡലമാണ് അമരീന്ദറിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തകർച്ചയിലേക്ക് നയിച്ച മുഖ്യമന്ത്രിയെ തോൽപ്പിക്കണമെന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് അമരീന്ദർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്.
ഹൈക്കമാൻഡിന്റെ മറുപടി ലഭിച്ചാൽ ബുധനാഴ്ച ലാംബിയിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തങ്ങളുടെ ആവശ്യങ്ങളോട് സർക്കാർ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം. അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയെന്നും UDF സർക്കാരിനെയും LDF സർക്കാരിനെയും താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും സൂസപാക്യം കൊച്ചിയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വിലയിരുത്താനുള്ള സമയമായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇതുവരെ പല കാര്യങ്ങളും ഞങ്ങൾ അവരോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ സമ്മേളനത്തിന് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ അവകാശങ്ങളും പരാതികളും അവരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാം അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണുന്നത് ഒരു അനുഭാവപൂർവ്വമായിട്ടൊരു സമീപനം തന്നെയാണ്. അത് ചർച്ചകളുടെ അവസരമാണ്. ഞങ്ങൾ അവരുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ അന്യായമായിട്ടുള്ള ചില നടപടിക്രമങ്ങൾ വരികയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ശക്തമായിട്ടുള്ള ഇടപെടലുകളുണ്ടാകും. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് മദ്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സർക്കാരിൻ്റെ, ഞാനതിൽ കൂടുതൽ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവർ മദ്യവർജനമെന്ന് പറയുന്നുണ്ട്, മറ്റേ UDF മദ്യ നിരോധനത്തിന് ആ കാര്യവും പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് മദ്യവർജനമോ മദ്യനിരോധനമോ എന്ത് വാക്കുകൾ ഉപയോഗിക്കാനും കൊള്ളാം. നമ്മൾ ഇന്നൊരു സ്റ്റാൻഡുണ്ട്, UDF സർക്കാരിൻ്റെ അവസാനത്തിലിരുന്നൊരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകാതെ മദ്യനിയന്ത്രണം കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഒരുപടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നയമായിരിക്കണം കൊണ്ടുവരേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യം.